പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, കാൽവരിയും വിശുദ്ധ കുർബാനയും കുരിശും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തെപ്പറ്റി നിങ്ങളുമായി പങ്കുവച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 3:13-14 നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മൂശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെട്ടതുകൊണ്ടാണ് നാം ഓരോരുത്തരും രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉയർത്തപ്പെട്ട ഈശോയെ, കുരിശിൽ ഉയർത്തപ്പെട്ട ഈശോയെ നമ്മൾ ധ്യാനിക്കേണ്ടതാണ് എപ്പോഴും. ഇത് ധ്യാനിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആന്തരിക ശക്തി എന്താണ്? വിശുദ്ധ കുർബാനയാണ്. കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കാൽവരി യാഗം തന്നെ ആണ്. നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ 11:26. ഇതൊക്കെ അനുസ്മരിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഒരു കുരിശ് രൂപം. അതിൽ തന്നെ ഒരു പക്ഷെങ്കിൽ തടി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോഹങ്ങൾ കൊണ്ടോ നിർമ്മിതമാണ്. അതുകൊണ്ട് ഒരു വിഗ്രഹാരാധന ആകുന്നില്ല. നാം അത് നോക്കുമ്പോൾ നമുക്ക് ആ കാൽവരിയിലെ ഈശോയുമായുള്ള ബന്ധമാണ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് 1 പത്രോസ് അധ്യായം 2:24-25 വചനം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിൽ കയറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായിരിക്കുന്നു. അലഞ്ഞു തിരിഞ്ഞ് ആടുകളെപ്പോലെ ആയിരുന്നു നിങ്ങൾ. ഇടയനും പരിപാലകനുമായ എന്റെ അടുക്കലേക്ക് നിങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒന്ന് ആണ്. നമുക്ക് ആ കാൽവരിയിലേക്ക് നമ്മൾ ആത്മനാ കടന്നു വരണം ഈ പ്രസംഗം കേൾക്കുമ്പോൾ. അപ്പോൾ ആ കുരിശിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് ചെലുത്തണം. നമുക്കറിയാം, ആ കുരിശിലെ യാഗം വഴി നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു, ബന്ധനങ്ങൾ അഴിയപ്പെട്ടു, മാനസിക ശാരീരിക രോഗശാന്തികൾ നൽകപ്പെട്ടു, പാപത്തിന്റെ ശാപങ്ങൾ തകർക്കപ്പെട്ട ശാപത്തിന് പകരം ശാപങ്ങളെല്ലാം അനുഗ്രഹമാക്കി മാറ്റി. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ച് അവിടുത്തെ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിച്ചു. കൊളോസ്യർ അധ്യായം 1:13 നമ്മൾ വായിക്കുന്നുണ്ട്. ആ കുരിശ് കിടക്കുന്ന ആ കർത്താവ് നമ്മോട് പറയുന്നത് എന്താണ്? എന്നെ നോക്കുക, ഞാൻ ഈ കുരിശിൽ പാപമായി കിടക്കുന്നു. നമ്മൾ വായിക്കുന്നു 2 കൊരിന്ത്യർ അധ്യായം 5:21. നമ്മൾ നീതിക്കായി ജീവിക്കേണ്ടതിന്, വിശുദ്ധിക്കായി ജീവിക്കേണ്ടതിന് അവൻ പാപമായി മാറി, അഥവാ പിതാവ് അവനെ പാപമാക്കി മാറ്റിയെന്ന്. എങ്കിൽ നിന്റെ പാപങ്ങൾ ഇനി ഒരിക്കലും ഓർക്കുകയില്ല. നീ ഇന്ന് എന്നോടുകൂടെ പരദീസായിൽ ഉണ്ടായിരിക്കുമെന്ന് ആ നല്ല കള്ളനോട് പറഞ്ഞു തന്നെയാണ് ആ കുരിശിൽ കടന്നുകൊണ്ട് നിന്നോടും എന്നോടും പറയുന്നത്. നമുക്കറിയാം, യേശുവിന്റെ ആ രക്തം മൂലം തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ ഒരു പാത നമുക്കായി തുറക്കപ്പെട്ടുവെന്ന് ഹെബ്രായർ 10:19-20 നമ്മൾ വായിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കണമേ, എന്താണ് ആ പാത? നമുക്കതൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആ യേശുവിന്റെ ആ ഹൃദയത്തിലേക്ക് ആ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ടപ്പോൾ നമുക്കറിയാം രക്തവും ജലവും പുറപ്പെട്ടു എന്ന്. നമുക്കറിയാം, രക്തം ജീവനാണ്, ആ ജലം പരിശുദ്ധാത്മാവാണ്. ഇനിയും നമുക്കറിയാം,
അവിടെ വെച്ച് നമ്മൾ ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയാണ് നടന്നത്. നമ്മൾ അനുദിനം ദിവ്യബലി കേൾക്കുന്ന ഒരു വചനമുണ്ടല്ലോ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ രക്തമാകുന്നു. അത് മത്തായി എഴുതിയ സുവിശേഷം 26-28 പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. അതായത് അൽത്താരയിൽ കാസായിൽ ഉയർത്തപ്പെടുന്ന ആ രക്തം എന്താണ്? അനേകരുടെ പാപമോചനത്തിനായിട്ട് ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ രക്തമാണ്. നമുക്കറിയാം, ഇസ്രായേൽക്കാര് ദൈവവുമായിട്ട് ഉടമ്പടി നടത്തിയിരുന്നു. ആ ഉടമ്പടി നടത്തിയത് ഒരു പക്ഷെങ്കിൽ 10 കൽപ്പനകൾ വായിച്ചുകൊണ്ട് ഞങ്ങൾ പാലിച്ചുകൊള്ളാവുന്ന ആളുകൾ ഏറ്റുപറയുന്നു. അപ്പോൾ ഒരു മൃഗത്തെ കൊന്ന്, ഒരാടിനെ കൊന്ന് അതിന്റെ രക്തം ആളുകളുടെ മേൽ തളിക്കുന്നു. പകുതി നമുക്ക് വിശുദ്ധ സ്ഥലത്തും തളിക്കുന്നു. അതായത് ദൈവവും മനുഷ്യനുമായ ബന്ധം. അതായത് അന്തർലീനമായിരിക്കുന്നതാണ്. ദൈവമായ കർത്താവ് പറയാണ്, നിങ്ങൾ എന്റെ ജനമാണ്. അതെ, നിങ്ങൾ എന്റെ ജനമാണ്. നാം ഓരോരുത്തരും അവിടുത്തെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയാണ് ആ നിമിഷത്തിൽ. ഇതന്നെയാണ് നമുക്കറിയാം പുതിയ നിയമത്തിൽ കർത്താവ് ആ രക്തം ചിന്തിയപ്പോൾ ആ കാൽവരി മലയിൽ സംഭവിച്ചത്. നമുക്കായി ചിന്തപ്പെട്ട രക്തം, അതുവഴി അവിടുത്തെ ഹൃദയവും നമ്മുടെ ഹൃദയവുമായിട്ട് ഒരു ബന്ധമുണ്ടായി, ഒരു വഴി തുറക്കപ്പെട്ടുവെന്ന് നമ്മൾ ഒരിക്കൽ കൂടി അത് വായിച്ചോട്ടെ. അവന്റെ രക്തം മൂലം തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായൊരു പാത തുറന്നിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ വിരി എന്താണ്? അവന്റെ ശരീരമാണ്. ഹല്ലേലൂയ. ആ ശരീരത്തിലൂടെ ഒരു പാത, ഒരു വഴി വെട്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഈശോ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 7 പറഞ്ഞുവല്ലോ, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെയാണ് ആടുകൾ കടന്നു പോകുന്നത്. അത് നമ്മൾ ഈശോ തന്നെ പഠിപ്പിച്ച വലിയ പഠനം നമുക്കറിയാം. ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നില്ല. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:6. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വഴി, ആ പാതയാണ് ആ കുരിശിലെ യാഗസമയത്ത് കുത്തിത്തുറക്കപ്പെട്ടത്. ആ ഹൃദയത്തിലേക്കാണ് നമ്മുടെ ഹൃദയം വയ്ക്കേണ്ടത്. ഇനിയും ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ഇന്ന് അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തെന്നാൽ ആ യേശു സ്വർഗത്തിൽ നിറങ്ങി വന്ന് നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. ആ ജീവിക്കുന്ന യേശുവിനെ നമ്മൾ നേരിട്ട് കാണുന്നത്, തൊടുന്നത്, അനുഭവിക്കുന്നത്, അത് ഒരുപക്ഷെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ദിവ്യബലിയിലാണ്, വിശുദ്ധ കുർബാനയിലാണ്. അപ്പോൾ ആ സാന്നിധ്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയല്ല, പിന്നെയോ അനുഭവിപ്പിക്കുകയാണ് ഈ കാര്യങ്ങൾ. രോഗശാന്തി കിട്ടുന്നു, പാപമോചനം കിട്ടുന്നു, വിമോചനം കിട്ടുന്നു, ശാപങ്ങൾ മാറിപ്പോകുന്നതല്ല. ഇനിയും കർത്താവായ യേശു എസെക്കേൽ പ്രവാചകനിലൂടെ മുൻകൂട്ടി പ്രവചിച്ചത് നമ്മൾ എസെക്കേൽ 11:19 വായിക്കുന്നുണ്ട്. എന്റെ നിയമം അവരുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തില് ഞാൻ എഴുതപ്പെടും, ഞാൻ അവരുടെ ദൈവവും അവനെന്റെ ജനവും ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ആ വാക്യം നമ്മൾ ധ്യാനിക്കേണ്ട ഒന്നാണ്. കർത്താവിന്റെ എല്ലാ നിയമങ്ങളും നമ്മുടെ മനസ്സാക്ഷിയിൽ, നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കും. ഇതാണ് അത് ആ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിലൂടെ നമ്മുടെ ഹൃദയവുമായിട്ട് ഒരു ബന്ധമുണ്ടായത്. ഈ ബന്ധം നിശ്ചയമായിട്ടും നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകേണ്ട ഒരു ബന്ധമാണ്. ഈ ബന്ധമാണ് നമ്മുടെ ജീവിതത്തെ മുഴുവനും കർത്താവുമായി ചേർത്ത് അത് നിർത്തുന്നത്. ജെറമ്യാ 31:34 പറയുന്നു. ജെറമ്യാ 31:34 കർത്താവിനെ അറിയുക എന്നിനിയും ആരും സഹോദരനോടോ അയൽക്കാരനോടോ പഠിപ്പിക്കേണ്ടതില്ല. കാരണം വ്യക്തമായി പറയാണ്, അവർ വലിപ്പം ചെറുപ്പം എന്നിയ എല്ലാവരും അവനെ അറിയും. കാരണം അവരുടെ പാപങ്ങൾ ഞാൻ കഴുകിയിരിക്കുന്നു, ഹൃദയത്തിൽ അത് എന്റെ സ്നേഹം വർഷിച്ചിരിക്കുന്നു, എന്റെ നിയമങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. ഇത് വലിയൊരു സത്യമാണ്. പ്രിയപ്പെട്ട, ഇതാണ്
നിത്യജീവൻ എന്ന് പറയുന്നത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നിത്യജീവൻ എന്താണ് എന്ന്. യോഹന്നാൻ 17:3 ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നമുക്കറിയാം, ബൈബിളിൽ അറിയുക എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടുക, ഒരു അഭേദ്യമായ ബന്ധം, ആ ഹൃദയം തമ്മിലുള്ള ബന്ധം. ഇതാണ് യേശുക്രിസ്തുവുമായുള്ള നമ്മുടെ ആ ബന്ധം. നമുക്കറിയാം, ഇത് വളരെ ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് പൗലോസ്ലീഹ വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്ന 1 കൊരിന്ത്യർ 11 അധ്യായം. നമുക്കറിയാം, സ്ഥാപന വാക്യങ്ങൾ പറഞ്ഞ ശേഷം പറയുകയാണ്, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം, അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിന് മുമ്പാണ് കൂദാശ വചനങ്ങൾക്ക് ശേഷം പറഞ്ഞത്, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞ ഇതൊരു ഓർമ്മയാചരണം അല്ല. പലരും അങ്ങനെയാ ചിന്തിക്കുന്നത്. നിങ്ങളിതെല്ലാം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പവും വീഞ്ഞും എടുത്തു വാഴ്ത്തി ഇതെന്റെ ശരീരം ആകുന്നു, ഇതിന്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്കായി എന്താണ് കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത് എന്ന്. അപ്പോൾ ഒരു ഓർമ്മയാചരണമല്ല ഇത് ആചരിക്കുമ്പോൾ ഡു ദിസ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്താ പറഞ്ഞ, ആദ്യമേ ഇത് ചെയ്യുക. ആ കമാൻഡാണ് സഭയ്ക്ക് കൊടുത്തത്, വൈദികർക്ക് കൊടുത്തിരിക്കുന്നത് പട്ടം വഴിയായിട്ട് ഇത് ചെയ്യാനായിട്ട്. ചെയ്യുമ്പോൾ വെറുതെ ഒരു പ്രക്രിയയായിട്ട് അല്ലെങ്കിൽ ഒരു ചടങ്ങായി ചെയ്താൽ പോരാ. നിന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടത് ആ കാൽവരി യാഗം ആണ്. ആ കുത്തിത്തുറക്കപ്പെട്ട പാത, അവിടെ നിന്നും ഒഴുകുന്ന തിരുച്ചോരയും തിരുരക്തവും, ആ വഴി, ആ വാതിൽ, അതിലൂടെയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ബലിയിലും ഇത് ചിന്തിക്കാൻ ഇടയാകട്ടെ. ഇനിയും നമ്മൾ ഒരു ബലിയിൽ സംബന്ധിക്കുന്നു, അത് ആ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴെല്ലാം തീർന്നില്ല. നമ്മൾ ആ യേശുവിന്റെ ശരീരവും രക്തവും ഭക്ഷിച്ചു പാനം ചെയ്ത് അവിടുത്തോടൊന്നായി, അവിടുത്തെ ഹൃദയത്തോട് ഐക്യപ്പെട്ട് ഉടമ്പടിയുടെ മക്കളായി പോവുകയാണ്. അപ്പോൾ 24 മണിക്കൂറും ആ ശക്തി നമ്മൾ ഉണ്ടായിരിക്കണം. ആ ദിവ്യ കുർബാനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യത്വത്തിന്റെ ശക്തിയിലായിരിക്കണം നമ്മുടെ ജീവിതം. എന്ന് പറഞ്ഞാൽ നാം എവിടെ പോയാലും ഒരു ദിവ്യ സക്രാരിയായിരിക്കണം എന്ന്. നമ്മുടെ ഹൃദയത്തിൽ നാം വഹിക്കുന്നത് യേശുവിനെയാണ്. മാതാവ് എപ്രകാരം യേശുവിനെ വഹിച്ചുകൊണ്ട് എലിസബത്തിന്റെ അടുക്കലേക്ക് പോയോ, അതുപോലെ ഓരോ വ്യക്തികളെയും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ഓർക്കണം, എന്നിലുള്ള ഈശോയും കൊണ്ടാണ് ഞാൻ പോകുന്നത്, കാണുന്നത്. അവനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിശ്ചയമായിട്ടും അവനും ഒരു ജീവിക്കുന്ന സക്രാരിയാണ്. അതുകൊണ്ടാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് നമ്മൾ പരമ്പരാഗതമായി ആശംസിക്കുന്നത്. അതായത് അവനിലുള്ള ഈശോ മിശിഹായ്ക്ക് നമ്മൾ സ്തുതിയില്ല എന്ന് പറയും. അച്ഛന്മാർക്ക് വേണ്ടി അച്ഛനോട് മാത്രമല്ല സ്തുതി ചെയ്യേണ്ടത്, എല്ലാവർക്കും സ്തുതി. നമുക്കറിയാം, വീട്ടിൽ കുർബാന വൈകിട്ടത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അല്ലെ യാത്രയ്ക്ക് പോകുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കറിയാം, വിവാഹത്തിനൊക്കെ ഔദ്യോഗികമായിട്ട് സ്തുതി ചൊല്ലൽ ഉണ്ട്. ഇത് വ്യക്തികളോടല്ല സ്തുതി പറയുന്നത്, പിന്നെ ആ വ്യക്തിയിൽ വസിക്കുന്ന ജീവനുള്ള കർത്താവിനോടാണ്. ഹല്ലേലൂയ. അതെ, പ്രിയ കത്തോലിക്കനെ, പ്രിയ ക്രിസ്ത്യാനിയെ, നീ യേശുവിലായിരിക്കുമ്പോൾ, അവന്റെ ഹൃദയത്തിന്റെ അംശം ഭക്ഷിച്ചു പാനം ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അപ്പം വെറും ശരീരമായി മാറുന്നതല്ല, അപ്പം യേശുവിന്റെ ഹൃദയമായി മാറുന്നതാണ്. അതുപോലെ ആ വീഞ്ഞുതുള്ളികൾ യേശുവിന്റെ തന്നെ AB പോസിറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട രക്തമായി മാറുകയാണ്. അപ്പോൾ ഇത് മറക്കരുത്. അത് ഭക്ഷിച്ച് അതെ അവിടുത്തോട് യോജിച്ച് വേറൊരു ക്രിസ്തുവായി മാറി, ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്ന ആ മനോഭാവത്തോടെ വേണം നമ്മൾ പോകുവാൻ. ഇവിടെയാണ് നമ്മുടെ ദിവ്യബലി അർപ്പണം ജീവിതബന്ധി ആയിരിക്കണം. ജീവിതവുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ വെറും കടമ നിർവഹിക്കൽ മാത്രം, ഒരു ചടങ്ങ് നിർവഹിക്കൽ മാത്രം. അത് അപ്പോഴെല്ലാം ഓർക്കേണ്ടത് 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കായി ആ കാൽവരിയിൽ യേശു അർപ്പിച്ച ആ യാഗമാണ്.
ഇതുതന്നെയാണ് പ്രിയമുള്ളവരെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നാം ഒരു ക്രൂശിത രൂപം കയ്യിലെടുക്കുമ്പോഴോ, ആ ക്രൂശിത രൂപം മുത്തുമ്പോഴോ, അഥവാ കഴുത്തിൽ ധരിക്കുമ്പോഴോ, തലയുടെ കീഴെ വയ്ക്കുമ്പോഴോ ഒക്കെ ഓർമ്മയിൽ കൊണ്ടുവരേണ്ടതും ഇതുതന്നെയാണ്. അപ്പോൾ ഈ മൂന്നും തമ്മിൽ ഒരു വലിയ അഭേദ്യ ബന്ധം ഉണ്ട് എന്ന് അത് പറയുവാനാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ഒരു ചെറിയ ഉപദേശമായിട്ട് തരുന്നത്. പ്രിയ മക്കളെ, നമുക്കറിയാം ഒരു വിഷയം എല്ലാ ദിവസവും കുർബാനയിൽ പോയി സംബന്ധിക്കാൻ പറ്റുന്നു വരില്ല. ചിലർക്ക് ഓൺലൈനിൽ കുർബാന കാണുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് ഓൺലൈൻ കുർബാന അത് ഒരു പടം കാണുന്ന പോലെയുള്ളൂ. അതിൽ കവിഞ്ഞതിന് ദൈവാനുഗ്രഹ പ്രാപ്തിയൊന്നുമില്ല. ഒരു വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചാൽ നിശ്ചയമായിട്ടും അവിടുത്തെ ശരീരവും രക്തവും ഭക്ഷിച്ചു പാനം ചെയ്യണം. അവിടുത്തെ ഹൃദയത്തിന്റെ ഭാഗം തിന്നണം. അവിടുത്തെ രക്തം അത് പാനം ചെയ്യണം. എങ്കിലേ അത് കുർബാനയായി തീരൂ, കുർബാനയെ സംബന്ധിക്കൽ ആകൂ. അല്ലെങ്കിൽ പണ്ടുകാലം പറയുന്ന പോലെ കുർബാന കാണലായി മാറും. ഇനി അങ്ങനെ ആ കുർബാന കാണൽ നടത്താൻ പറ്റും ഒരു കുശുരൂപം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഓർക്കാനായിട്ട് ഒരുപക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സംബന്ധിച്ച ബലിയെപ്പറ്റി ഓർക്കാൻ എന്നെ സഹായിക്കുന്നു അത് വിശുദ്ധ കുരിശുരൂപം. ഇന്ന് അതെ പലർക്കും ഇതിന്റെ അർത്ഥം ആഴമായിട്ടും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതൊക്കെ മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുരിശുരൂപത്തെ തുളുമ്പോൾ ഓർമ്മയിൽ വരേണ്ടത് കാൽവരി യാഗമാണ്. എനിക്കായി ക്രൂശിതൻ അർപ്പിച്ച ആ ബലിയാണ്. ആ ബലിയാണ് എന്റെ പള്ളിയിൽ, എന്റെ ദൈവബലിയിലും അത് സംഭവിക്കുന്നത്. അത് ഈ ബോധ്യം ഉണ്ടാവട്ടെ. അത് നമുക്കറിയാം, ആ യേശുക്രിസ്തുവും ആ ഹൃദയവുമായുള്ള ബന്ധം എസെക്കേൽ പ്രവാചകൻ 36-ാം അധ്യായം 26 പറയുന്ന പോലെ, നിന്റെ പഴയ ഹൃദയം പിഴുതു മാറ്റി ഞാൻ ഒരു പുതിയ ഹൃദയം തരും, അവിടെ ഒരു പുതിയ ജീവൻ തരുമെന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ആ യേശു ആ കാൽവരി വെരിമാറി ആ ഹൃദയം പൊട്ടാൻ അനുവദിച്ചത് ആ ഹൃദയത്തിൽ നമുക്കൊരു അഭയം കിട്ടാനാണ്. ആ ഹൃദയത്തിലേക്കൊരു മാറ്റം വരാനാണ്. അപ്പോൾ ഓരോ ബലിയും അതുതന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഓരോ ബലിയിലും നമുക്കൊരു മാറ്റം ഉണ്ടാവണം. നമ്മൾ യേശുവിലേക്ക് തിരിഞ്ഞ് പുണ്യത്തിൽ നിന്ന് പുണ്യത്തിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക് വളർന്നുകൊണ്ടിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ വായിക്കുന്നുണ്ട് 2 കൊരിന്ത്യർ അധ്യായം 3:18 കർത്താവിലേക്ക്, ക്രൂശിതനായ കർത്താവിലേക്ക് തിരിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം എന്തായിരിക്കണം എന്ന് 2 കൊരിന്ത്യർ അധ്യായം 3:16 മുതൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടങ്ങൾ നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവ് ആണ്. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ആഴത്തിൽ ചിന്തിക്കണം. നമ്മൾ ഓരോ ബലിയിലും സംബന്ധിച്ച് അവിടുത്തെ ശരീരവും രക്തവും പാനം ചെയ്യുന്നു. അവിടുത്തെ ആത്മാവിൽ പൂരിതരാകുന്നു. അവിടുത്തെ ഹൃദയത്തോട് ഒട്ടിച്ചേരുന്നു. അപ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന എന്താണ്? നമ്മൾ കർത്താവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. നമുക്കൊരു രൂപാന്തരീകരണം സംഭവിക്കുകയാണ്. അതായത് നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുന്നു. മനോഹരമായി വചനം നിങ്ങൾ ധ്യാനിക്കണം മക്കളെ. വെറുതെ ധ്യാനിച്ചാൽ പോരാ, അനുഭവത്തിൽ വരണം നമുക്ക്. അപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, കാൽവരി ബലി മാറും, വിശുദ്ധ ബലിയും അതുപോലെ കുരിശുരൂപം തമ്മിലുള്ള ബന്ധം ഇത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കുരിശുരൂപം കാണുമ്പോൾ മാത്രം, മുത്തവും മാത്രം പോരാ, കുർബാനയെ സംബന്ധിക്കുമ്പോൾ മാത്രം പോരാ. സദാ ഒരു ക്രിസ്ത്യാനി എപ്പോഴും ഈ ദൈവ സാന്നിധ്യം ആയിരിക്കണം അനുഭവിക്കുന്നത്. നമ്മൾ പറയുമല്ലോ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം. ആ വിശുദ്ധ കുർബാനയെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ കുരിശുരൂപം എന്ന് പറയുന്നത്. കുരിശിന്റെ ആ കുരിശിതനായ ഈശോയുടെ ഒരു പടം എന്ന് പറയുന്നതൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് കൂടുതൽ ദിവ്യ സക്രാരികളായിട്ട് മാറാം, ഈശോ വഹിക്കുന്നവരായി മാറാം. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്ന മനോഭാവത്തിലേക്ക് മാറാം.
ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞതുപോലെ അവസാന കാലം അടുത്തിരിക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെയും തന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവരെയും തന്റെ കൂടാരത്തിലായിരിക്കുന്നവരെയും ഒന്നിച്ച് കൂട്ടുന്ന ഒരു കാലഘട്ടം ആണ്. അത് നമുക്ക് കൂടുതൽ അർത്ഥവത്തായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം, കത്തോലിക്ക ജീവിതം ജീവിക്കാം. എപ്പോഴും ഓർക്കണമേ, യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായി നമ്മളെ ബന്ധപ്പെടുത്തുന്ന ഒന്ന് അവിടുത്തെ കാൽവരി യാഗമാണ്. അവിടെയാണ് നമുക്കെല്ലാം കിട്ടിയത്. ഒറ്റ വാക്കിൽ നമുക്ക് രക്ഷ കിട്ടിയത് അവിടെയാണ്. ആ രക്ഷയുടെ വാതിൽ തുറന്നത് അവിടെയാണ്. ആ രക്ഷയ്ക്കായിട്ടുള്ള രക്തമൊഴുകുന്നതും ആ ജീവന്റെ ജലമൊഴുകുന്നതും ആ വഴിയിൽ നിന്ന്, ആ ഹൃദയത്തിൽ നിന്നാണ്. ആ ഹൃദയത്തോട് ഒട്ടിച്ചേർന്ന ഒരു ജീവിതമായിരിക്കട്ടെ നമ്മുടെ ജീവിതം. ഇതാണ് ക്രിസ്തീയ ജീവിതം. അവിടുത്തോടെ ഒട്ടിച്ചേർന്നിരിക്കുക. അപ്പോൾ അവിടുത്തെ വലങ്കായി നമ്മളെ താങ്ങിക്കൊള്ളും. സങ്കീർത്തകൻ പറയുന്നത് അതാണ്. മനോഹരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അപ്പന്റെ സ്നേഹവും ഒരമ്മയുടെ സ്നേഹവും ഒരു സഹോദരന്റെ സ്നേഹവും സഹോദരന്റെ സ്നേഹവും മുഴുവൻ സ്നേഹവും നമുക്ക് യേശുവിലൂടെ ദൈവത്തിലൂടെ അനുഭവിക്കാൻ കഴിയുന്ന നമുക്ക് കഴിയും. ഒരു ക്രിസ്ത്യാനിക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് അവിടെ കാണുന്നത്. നമുക്ക് ആ കർത്താവിനോട് ചേർന്ന് ഇരിക്കുന്നവരായിട്ട് മാറാം. കർത്താവായ യേശു നമ്മുടെ ദുഷ്ട മനസ്സാക്ഷിയെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുകയാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുതേ. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ അവരിലാണ് ജീവിക്കുന്നത്. കൊളോസോസ് അധ്യായം വചനം 3-ാം അധ്യായം 2-ാം അധ്യായം വചനം 6 പറയുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ യേശുവാണ്. തന്റെ ദൈവത്വം മുഴുവൻ കാണുന്നത് യേശുക്രിസ്തുവിലാണ്. ഇനിയും അവനിൽ നിങ്ങൾ പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിന്റെ അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനം. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവരെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടി ഉയർപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായിരുന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയും, അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ഹല്ലേലൂയ! മറക്കരുത് ആ കുരിശിന്റെ അർത്ഥം. ആ കുരിശിൽ എപ്രകാരം ആ നിഷ്കാസനം ചെയ്തു നമ്മുടെ ദുഷ്പ്രവണതകളെ, അശുദ്ധികളെ. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ആ യേശുവിന്റെ ആ ഹൃദയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണേണ്ടത്, ആ ഹൃദയത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് അവിടുത്തെ ആ ദൈവത്തെ കണ്ടുമുട്ടിയുള്ള ഒരു ജീവിതം ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ അർത്ഥങ്ങളും ആഴങ്ങളും അർത്ഥവ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് നല്ല ക്രിസ്തീയ ജീവിതം ജീവിക്കുവാനായിട്ട് നമുക്കറിയാം. അതായത് പാപത്തിന്റെയും തിന്മയുടെയും അന്ധകാരത്തിന്റെയും ശക്തികളെ തകർത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാക്കി തീർക്കുകയാണ് ഈശോ ചെയ്തത് കുരിശിൽ എന്നോർക്കണമേ. അപ്പൊ ആ കുരിശിൽ വഴി നടന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. എഫേസോസ് അധ്യായം 2 വചനം 16. ഒരു പുതിയ സൃഷ്ടിയാക്കിക്കൊണ്ട് സമാധാനം സംസ്ഥാപിക്കുവാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ, അനുരഞ്ജിപ്പിക്കാനും എല്ലാ ശത്രുതയും മാറ്റുവാനുമാണ് അവനത് ചെയ്തത് എന്ന്. അപ്പൊ കുരിശിലെ യാഗം എന്തിനായിരുന്നു? എല്ലാ ശത്രുതയും മാറ്റുവാൻ, എല്ലാ ഭിന്നതകളെയും മാറ്റുവാൻ, എന്നിട്ട് ദൈവവുമായിട്ട് മനുഷ്യനെ അനുരഞ്ജനിപ്പിക്കാനും പരസ്പരം അനുരഞ്ജനിപ്പിക്കാനും, അങ്ങനെ ദൈവം സ്നേഹമാകുന്നു എന്ന വലിയ സത്യം വെളിപ്പെടുത്തുവാൻ നമുക്ക് അത് അനുഭവിക്കാം. അനുഗ്രഹമുണ്ടാകട്ടെ. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആ ക്രൂശിതന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക. കാരുണ്യമുള്ള കർത്താവിന്റെ മക്കളോട് ഞാൻ പങ്കുവയ്ക്കുകയായിരുന്നു. അത് കുരിശിന്റെ അർത്ഥം, ദിവ്യബലിയുടെ അർത്ഥം, അതിന്റെ എല്ലാം അടിസ്ഥാനമാകുന്ന കാൽവരിയുടെ അർത്ഥം. കാൽവരിയെ ഞങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്തവനെ, ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിച്ചവനെ, രോഗങ്ങൾ സുഖമാക്കിയവനെ,
ഞങ്ങളുടെ എല്ലാ ശാപങ്ങളെയും അനുഗ്രഹമായി മാറ്റിയവനെ, ഞങ്ങൾക്ക് ജീവൻ നൽകിയവനെ, സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള വഴി തുറന്നവനെ, ഈ നിമിഷം ഇവരോരോരുത്തരെയും അങ്ങയുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ കാൽവരിയിൽ ഞാൻ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരോരോ ബലിയിലും സംബന്ധിക്കുമ്പോൾ ഇത് ധ്യാനിക്കുവാനും ഇത് ഓർമ്മയിൽ കൊണ്ടുവന്ന് സജീവമാക്കുവാനും കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവബലി ഒരു ഓർമ്മ ആചരണമല്ല എന്നും ദൈവബലി അർപ്പിക്കുമ്പോഴെല്ലാം ഈ കുരിശിലെ യാഗമാണ് ഓർക്കേണ്ടതെന്നും അത് ഓർത്തുകൊണ്ട് അതേ ബലിയിൽ സംബന്ധിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്ന ബോധ്യവും ആത്മാവിലൂടെ ഇവർക്ക് നൽകുമാറാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോ ബലിയിലൂടെയും കർത്താവെ ഇവർ രൂപാന്തരപ്പെടട്ടെ, കൂടുതൽ കൂടുതൽ സമർത്ഥമായി അങ്ങയോട് ഒന്നായിത്തീരട്ടെ. ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്ന ബോധ്യത്തോടെ ഒരു ജീവിക്കാൻ സക്രാരിയായി ജീവിക്കുവാൻ, മറ്റുള്ളവരിലും ആ സക്രാരി കാണുവാനും അവരെ വണങ്ങാനും അവരെ സ്നേഹിക്കുവാനും അവർക്ക് നന്മ ചെയ്യുവാനും അവരോട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണയുടെ കർത്താവ് ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഭൗമികമായി കയ്യിൽ കൊണ്ടുനടക്കുവാനും വീട്ടിൽ ഉപയോഗിക്കാനും എല്ലാമുള്ള ഒരു ക്രൂശിത രൂപത്തോടുള്ള ഭക്തിയും ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, എന്റെ ഈ മക്കൾ അങ്ങോട് ഏറ്റവും യോജിച്ചുകൊണ്ട്, അങ്ങോട് ഏറ്റവും സ്നേഹിച്ചുകൊണ്ട്, അങ്ങനെ ഹൃദയത്തിലെ പുണ്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നതായി മാറട്ടെ. നിങ്ങൾ ഓരോരുത്തരെയും ആ ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.